بسم الله الرحمن الرحيم. കോഴിക്കോട് നിന്ന് അക്ബർ ഷരീഫ് ചോദിക്കുന്നു, ഖുർആൻ ബൈബിളിനെ അംഗീകരിക്കുന്നു എന്ന് സ്ഥാപിക്കാൻ ചില മിഷനറി വെബ്സൈറ്റുകൾ കൂട്ടുപിടിക്കാറുള്ള ആയത്തുകളാണ്. എന്നാൽ അവരെങ്ങനെ നിന്നെ വിധികർത്താവാക്കും? അവരുടെ വശം തൗറാത്തുണ്ട്. ഖുർആൻ 5:43. ഇഞ്ചീലിൻ്റെ അനുയായികൾ അള്ളാഹു അതിൽ അവതരിപ്പിച്ച നിയമമനുസരിച്ച് വിധി നടത്തട്ടെ. ഖുർആൻ 5:47 എന്നിവ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇഞ്ചീലും തൗറാത്തും പൂർണ്ണ രൂപത്തിൽ ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ എന്താണ് ഖുർആൻ പറഞ്ഞതിൻ്റെ വസ്തുത? പരിശുദ്ധ ഖുർആൻ ബൈബിളിനെ അംഗീകരിക്കുന്നുണ്ടോ? ബൈബിളിലെ മുഴുവൻ പുസ്തകങ്ങളും ദൈവികമാണ് എന്നാണോ അല്ലെങ്കിൽ ദൈവികമല്ല എന്നാണോ ഖുർആനിൻ്റെ വീക്ഷണം? ബൈബിളിലെ കത്തോലിക്കരുടെ പുസ്തകങ്ങളെ, പ്രൊട്ടസ്റ്റൻറ്റുകാരുടെ ബൈബിളിലെ 66 പുസ്തകങ്ങളെ എല്ലാം ഖുർആൻ എങ്ങനെ കാണുന്നു? ഇതെല്ലാം വളരെ അടിസ്ഥാനപരമായി മനസ്സിലാക്കുമ്പോഴാണ് പരിശുദ്ധ ഖുർആൻ വേദഗ്രന്ഥങ്ങളെക്കുറിച്ച്, നിലവിലുള്ള ബൈബിളിലെ പുസ്തകങ്ങളെക്കുറിച്ചുള്ള വീക്ഷണം എന്താണ് എന്ന് മനസ്സിലാകൂ. ഒന്നാമതായി പരിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് ആവശ്യപ്പെടുന്നത് മുഴുവൻ വേദങ്ങളിലും വിശ്വസിക്കേണ്ടതുണ്ട് എന്നാണ്. മുൻപ് അവതരിപ്പിക്കപ്പെട്ട മുഴുവൻ വേദങ്ങളിലും ഖുർആൻ വളരെ കൃത്യമായി പറയുന്നു. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 4-ാമത്തെ വചനം, അല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക. മുത്തഖികൾ എന്ന് പറഞ്ഞാൽ, യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ, അവർ നിനക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിക്കുന്നവരാണ്, നിനക്ക് മുൻപ് അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിക്കുന്നവരാണ്. ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 84-ാമത്തെ വചനത്തിൽ പറയുന്നു, ഖുൽ ആമന്നാ ബില്ലാഹി വമാ ഉൻസില അലൈന വമാ ഉൻസില അലാ ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യാഖൂബ വൽ അസ്ബാത്തി വമാ ഊതിയ മൂസ വ ഈസ വൻ നബിയ്യൂന മിൻ റബ്ബിഹിം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും. നിങ്ങൾ പറയണം, വിശ്വാസികളോടാണ് നിങ്ങൾ പറയണം, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് മുൻപ് അബ്രഹാമിന്, ഇസ്ഹാക്കിന്, ഇസ്മായേലിന്, യാക്കോബിന്, അദ്ദേഹത്തിൻ്റെ സന്തതികൾക്ക്, മോശയ്ക്ക്, യേശുവിന് എന്ന് വേണ്ട മുഴുവൻ പ്രവാചകന്മാർക്കും അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിച്ചിരിക്കുന്നു. അവർ തമ്മിൽ യാതൊരു വ്യത്യാസവും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല. അപ്പോൾ എല്ലാ പ്രവാചകന്മാർക്കും അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അത് വിശ്വസിക്കേണ്ടതുണ്ട് എന്ന് വിശ്വാസികളോട് ഉത്ബോധനം നടത്തുകയും ചെയ്യുന്നു. രണ്ടാമതായി ഇവിടെ ഖുർആൻ പറയുന്നത് പ്രവാചകന്മാർക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥത്തെക്കുറിച്ചാണ്. ആ ഗ്രന്ഥങ്ങൾ ഖുർആൻ തന്നെ പറയുന്നു. ഖുർആനിൽ പേര് പറഞ്ഞ ഗ്രന്ഥങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഖുർആൻ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ 44-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, ഇന്നാ അൻസൽന തൗറാത്ത ഫീഹാ ഹുദൻ വനൂറുൻ. നാം ആകുന്നു തൗറാത്ത് അവതരിപ്പിച്ചത്, അതിൽ സന്മാർഗ ദർശനവും പ്രകാശവുമുണ്ട്. നാം ആകുന്നു തൗറാത്ത് അവതരിപ്പിച്ചത്. പടച്ചവൻ അവതരിപ്പിച്ച തൗറാത്താണ്. പടച്ചവൻ അവതരിപ്പിച്ച തൗറാത്താണ്. അതേപോലെ തന്നെ 5-ാമത്തെ അധ്യായത്തിൽ തന്നെയുള്ള 46-ാമത്തെ വചനത്തിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നു, വ ആതൈനാഹുൽ ഇൻജീല ഫീഹി ഹുദൻ വനൂറുൻ. നാം ആണ് ഇഞ്ചീൽ അവതരിപ്പിച്ചത്. നാം ആകുന്ന യേശുവിന് ഇഞ്ചീൽ അവതരിപ്പിച്ചത്, അതിൽ സന്മാർഗ ദർശനവും പ്രകാശവുമുണ്ട്. പരിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്നത് യേശുവിന് അവതരിപ്പിക്കപ്പെട്ട, മോശയ്ക്ക് അവതരിപ്പിക്കപ്പെട്ട ഇഞ്ചീലിനെയും തൗറാത്തിനെയുമാണ്. ഇത് എന്താണ്? ബൈബിൾ തന്നെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. മോശെ പ്രവാചകൻ അവർക്ക് മുന്നിൽ വന്ന് നിയമം വിശദീകരിക്കാൻ തുടങ്ങി, തോറ വിശദീകരിക്കാൻ തുടങ്ങി. ആവർത്തന പുസ്തകത്തിലെ 1-ാം അധ്യായത്തിൽ 5-ാമത്തെ വചനം, മോശ വിശദീകരിച്ച എന്താണ്? നിയമമാണ്, തോറയാണ്, തൗറാത്താണ്. ആ മോശ പഠിപ്പിച്ച, മോശ വിശദീകരിച്ച തൗറാത്ത് അത് ബൈബിളിൽ നിരവധി തവണ കാണാൻ കഴിയും. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിൽ 28-ാമത്തെ വചനം, ആവർത്തന പുസ്തകം 31-ാം അധ്യായത്തിൽ 9-ാമത്തെ വചനം, ആവർത്തന പുസ്തകം 31-ാം അധ്യായത്തിൽ 24-ാമത്തെ വചനം, ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിലെ 4-ാമത്തെ വചനം, ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിലെ 44-ാമത്തെ വചനം, യോശുവയുടെ പുസ്തകം 8-ാം അധ്യായത്തിലെ 31-ാമത്തെ വചനം, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനം. ഇവിടെയെല്ലാം മോശെ പ്രവാചകൻ തോറ, നിയമം വിശദീകരിച്ച് നമുക്ക് കാണാൻ കഴിയും. ആ മോശെ പ്രവാചകൻ വിശദീകരിച്ച തോറയാണോ ഇപ്പോഴുള്ളത്? നമ്മൾ പരിശോധിക്കണം. ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളാണ് തോറ എന്ന പേരിൽ അവതരിപ്പിക്കപ്പെടാറുള്ളത്. ഈ 5 പുസ്തകങ്ങൾ മോശെ പ്രവാചകൻ വിശദീകരിച്ചത് മാത്രമാണോ ഉള്ളത്? അല്ല എന്ന് ബൈബിൾ പണ്ഡിതന്മാർ തന്നെയാണ് പറയുന്നത്. യഹൂദ റബ്ബിമാർ തന്നെയാണ് പറയുന്നത്. അങ്ങോട്ടൊന്നും പോകണ്ടല്ലോ, നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ
റവറൻറ്റ് AC ക്ലൈറ്റൻ എഴുതിയ ബൈബിൾ നിഘണ്ടു എടുത്ത് പരിശോധിച്ച് നോക്കുക. അതല്ലെങ്കിൽ ഹാർപ്പേഴ്സ് ബൈബിൾ ഡിക്ഷണറി സെമിനാറുകളിൽ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ്, അതെടുത്ത് പരിശോധിച്ച് നോക്കുക. അവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയും ഇതിൽ പിൽക്കാലഘട്ടത്തിൽ പലരും പലതും എഴുതി ചേർത്തിട്ടുണ്ട്. ഇത് ബൈബിൾ തന്നെ പരിശോധിച്ചാൽ കാണാനും കഴിയും. ആവർത്തന പുസ്തകത്തിലെ 34-ാം അധ്യായത്തിലെ 6 മുതൽ 8 വരെയുള്ള വചനങ്ങൾ നിങ്ങൾ പരിശോധിക്കുക. എന്താ? മോശ മരിച്ചതുമായി ബന്ധപ്പെട്ട, അങ്ങനെ ബേത് പരിയറിനോട് അടുത്ത് ഉള്ള താഴ്വരയിൽ മോശ മരണപ്പെട്ടു, അദ്ദേഹത്തിനെ സംസ്കരിച്ചു. ഇതുവരെ അദ്ദേഹത്തിൻ്റെ ശവക്കുഴി എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഇതേവരെ മോശയെപ്പോലൊരു പ്രവാചകൻ ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല. ഇത് മോശയൊക്കെ അവതരിപ്പിക്കപ്പെട്ടതാണോ? മോശ എഴുതിയതാണോ? തീർച്ചയായും അല്ലല്ലോ. അതിനുശേഷം മോശയ്ക്ക് ശേഷം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയുണ്ടാക്കി. പക്ഷെ അതിൽ മോശയ്ക്ക് അവതരിപ്പിച്ച നിയമങ്ങൾ അവർ അവരുടേതായ തലത്തിൽ ഉൾപ്പെടുത്തി. അവർക്കാവശ്യമായ നിയമങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പഞ്ചപുസ്തകങ്ങളുള്ളത്. എന്നാൽ അത് പൂർണ്ണമായും മോശയ്ക്ക് അവതരിപ്പിക്കപ്പെട്ടതല്ല. യേശുവിന് അവതരിപ്പിച്ച ഇഞ്ചീലിനെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. യേശുവിന് അവതരിപ്പിച്ച ഇഞ്ചീൽ ഇന്നുണ്ടോ? മത്തായിയുടെ സുവിശേഷമുണ്ട്, മാർക്കോസിൻ്റെയും ലൂക്കോസിൻ്റെയും യോഹന്നാൻ്റെയും സുവിശേഷങ്ങളുണ്ട്. പക്ഷേ യേശുവിന് അവതരിപ്പിച്ച ദൈവത്തിൻ്റെ സുവിശേഷം എവിടെ? അങ്ങനെ ഒരു സുവിശേഷം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. മാർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 14-ാമത്തെ വചനം എടുത്ത് നോക്കുക. അങ്ങനെ യോഹന്നാൻ ബന്ധനസ്ഥനായതിനു ശേഷം യേശു ഗലീലിയയിലേക്ക് വന്നു, ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട്. ദൈവത്തിൻ്റെ സുവിശേഷം, യേശു പ്രസംഗിച്ച സുവിശേഷം അതാണ്. ആ ദൈവത്തിൻ്റെ സുവിശേഷം ഇന്നെവിടെ? മത്തായിയുടെ സുവിശേഷമാണോ? തീർച്ചയായും അല്ലല്ലോ. യേശു പ്രസംഗിച്ച സുവിശേഷം അല്ലല്ലോ അത്. യേശു പ്രസംഗിച്ച ദൈവത്തിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് മർക്കോസ് വളരെ കൃത്യമായി പറയുന്നു. എന്താ കാരണം? മർക്കോസാണ് ആദ്യം എഴുതപ്പെട്ട സുവിശേഷം. അന്ന് ദൈവത്തിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് ധാരണയെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ പിൽക്കാലഘട്ടത്തിൽ എഴുതപ്പെട്ട സുവിശേഷങ്ങളിൽ നമുക്ക് അത്തരം ധാരണകൾ കാണാൻ കഴിയില്ല. മത്തായിയിലുണ്ട്. മത്തായി പറയുന്നത് രാജ്യത്തിൻ്റെ സുവിശേഷം എന്നാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 23-ാമത്തെ വചനം നോക്കുക. അതേപോലെ തന്നെ 9-ാമത്തെ അധ്യായം 35-ാമത്തെ വചനം നോക്കുക. 24-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം നോക്കുക. അവിടെയെല്ലാം രാജ്യത്തിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. യേശു പ്രസംഗിച്ചത് ആ രാജ്യത്തിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞാലും യേശു പ്രസംഗിച്ച സുവിശേഷം എവിടെ? അതാണ് ഇഞ്ചീൽ. ആ ഇഞ്ചീലിനെയാണ് ഖുർആൻ പറയുന്നത് വഅതൈനാഹുൽ ഇഞ്ചീല, അവൻ ഇഞ്ചീൽ അവതരിപ്പിച്ചിരിക്കുന്നു. അതിന്നില്ല. അതിൽ യേശു പഠിപ്പിച്ച ചില ഉപദേശങ്ങളുണ്ട്. പക്ഷേ യേശു പറഞ്ഞ ഇഞ്ചീലിൻ്റെ ഭാഗം തന്നെ ഇന്നില്ല. ഇന്ന് നിലനിൽക്കുന്ന ബൈബിൾ ഗ്രന്ഥങ്ങളെക്കുറിച്ച് ഖുർആൻ എന്താ പറയുന്നത്? അതാണ് നമ്മൾ ഈ വിഷയത്തിൽ പിന്നീട് മനസ്സിലാക്കേണ്ടതുള്ളത്. ഇന്ന് നിലനിൽക്കുന്ന വേദഗ്രന്ഥങ്ങളെക്കുറിച്ച്, ഇന്ന് നിലനിൽക്കുന്ന ബൈബിൾ പുസ്തകങ്ങളെക്കുറിച്ച് ബൈബിൾ പണ്ഡിതന്മാരെന്താ പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ റവറൻറ്റ് AC ക്ലൈറ്റൻ്റെ ബൈബിൾ നിഘണ്ടു എടുത്ത് നോക്കുക. അതിൽ അദ്ദേഹം പറയുന്നു, പിൽക്കാലഘട്ടത്തിൽ പ്രവാചകന്മാരുടെ കാലത്തിന് ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് പലരും പല പുസ്തകങ്ങൾ എഴുതി. ആ പുസ്തകങ്ങളിലെ കാര്യങ്ങൾ സത്യമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ആ പുസ്തകങ്ങളെ പ്രവാചകന്മാരുടെ പേരിൽ ആരോപിക്കുകയാണ് ചെയ്തത്. ഇത് വളരെ കൃത്യമായി ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നതാണ്. ഖുർആൻ പറയുന്നത് അതന്നെ. ഖുർആൻ പറയുന്നത് എന്താ? ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദിഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാ ലിയസ്തറൂ ബിഹി സമനൻ ഖലീലൻ ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദിഹിം വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 79-ാമത്തെ വചനം. ഖുർആൻ പറയുന്നത് സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതിയുണ്ടാക്കുകയും എന്നിട്ട് സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, തുച്ഛമായ ലാഭങ്ങൾക്ക് വേണ്ടി അത് ദൈവികമാണ് എന്ന് പറയുകയും ചെയ്തവർക്കാണ് നാശം. അങ്ങനെ എഴുതിയവർക്ക് നാശം, അവർക്ക് നേടിയെടുത്ത നേട്ടങ്ങളിൽ നാശം. പരിശുദ്ധ ഖുർആൻ പറയുന്നത് അങ്ങനെയാണ്. സ്വന്തം കൈകൾ കൊണ്ട് എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥങ്ങൾ, അതാണ് ഇന്ന് ബൈബിളിലെ പുസ്തകങ്ങളിൽ മിക്കവാറും. ആ പുസ്തകങ്ങളിൽ ദൈവിക വചനങ്ങളില്ല എന്നല്ല, അവർ പുസ്തകങ്ങളിൽ ദൈവിക വചനങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രവാചകന്മാരുടെ വചനങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ അവ ദൈവികം എന്ന് 100% പറയാൻ കഴിയില്ല. അതേപോലെ തന്നെ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസായിലെ 187-ാമത്തെ വചനത്തിൽ യേശുവിൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ അവർ ഊഹത്തെ പിൻപറ്റുക മാത്രമാണ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. 4 സുവിശേഷങ്ങളിലും പറയുന്നതാണ് യേശുവിൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത് യഥാർത്ഥത്തിൽ ഊഹം മാത്രമാണ്, യഥാർത്ഥത്തിലുള്ള സംഭവമല്ല എന്ന് ഖുർആൻ പറയുന്നു. അഥവാ ഊഹത്തിൽ അധിഷ്ഠിതമായി എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളാണ് ബൈബിളിലെ ഇന്നത്തെ പുസ്തകങ്ങൾ എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്.
ഇനി ബൈബിൾ പുസ്തകങ്ങളെക്കുറിച്ച് ബൈബിളിന് എന്താ പറയാനുള്ളത്? ഇരമ്യാ പ്രവാചകൻ, ആ ഇരമ്യാ പ്രവാചകൻ കടന്നു വന്നപ്പോൾ അന്നത്തെ റബ്ബിമാർ ഞങ്ങളുടെ കൈകളിൽ ദൈവിക ഗ്രന്ഥമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വിമർശിച്ചപ്പോൾ ഇരമ്യ പറയാണ്, ഞങ്ങൾ ജ്ഞാനികൾ, ഞങ്ങളുടെ കൈകളിൽ ദൈവിക ഗ്രന്ഥമുണ്ട് എന്ന്, നിയമമുണ്ട് എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? മറിച്ച് നിങ്ങളുടെ കള്ള കൈയെഴുത്തുകോൽ, നിങ്ങളുടെ വ്യാജ തൂലിക ആ ഗ്രന്ഥങ്ങളെ വ്യാജമാക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ 8-ാമത്തെ വചനത്തിൽ നമുക്കത് വായിക്കാം. നിങ്ങളുടെ വ്യാജ തൂലിക അഥവാ കള്ള കയ്യെഴുത്തുകോൽ, അങ്ങനെയാണ് 2 ബൈബിളുകളുള്ളത്, പ്രൊട്ടസ്റ്റൻ്റുകാരുടെ ബൈബിളിലും കാത്തോലിക്ക ബൈബിളിലും ഉള്ളത്. അവിടെ അത് യഥാർത്ഥത്തിലുള്ള ദൈവിക വചനങ്ങളെ വ്യാജമാക്കിയിരിക്കുന്നു. ഇത് പറയുന്നത് ബൈബിൾ തന്നെയാണ്. വ്യാജ തൂലിക വ്യാജമാക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കള്ള കയ്യെഴുത്തുകോൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? സ്വന്തം ഇഷ്ടത്തിന് പുസ്തകം എഴുതി ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളിൽ കൈകടത്തലുകൾ നടത്തിയിട്ട് അത് ദൈവികമാണെന്ന് വാദിച്ചു എന്നുള്ളതാണ്. ഇനി ബൈബിൾ പുസ്തകങ്ങളെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഹാക്കിം, ഇമാം ഹാക്കിം അദ്ദേഹത്തിൻ്റെ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. ആ ഹദീസിൽ പറയുന്നത് അവർ പ്രവാചകന്മാരെക്കുറിച്ച് കള്ളം പറഞ്ഞു, ഗ്രന്ഥത്തിൽ തിരുത്തലുകൾ വരുത്തി. അതേപോലെ തന്നെ ഇമാം ബൈഹഖി ശുഅബുൽ ഈമാനിൽ ഉദ്ധരിക്കുന്ന പ്രവാചക വചനം, കാലം കഴിഞ്ഞപ്പോൾ ഇസ്രായേലരുടെ മനസ്സുകൾ കടുത്തുപോയി, അപ്പോൾ അവർ തന്നെ പുസ്തകങ്ങൾ എഴുതിയുണ്ടാക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകരിച്ചു, ഖുർആൻ അംഗീകരിച്ചു. തീർച്ചയായും പരിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്നുണ്ട്. ഖുർആൻ പറയുന്നത് എന്താ? ഖുർആൻ പറയുന്നത് വളരെ കൃത്യമാണ്. ഖുർആനിലെ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ 43-ാമത്തെ വചനം, അവിടെ ചോദ്യകർത്താവ് ഉദ്ധരിച്ച ക്രൈസ്തവ മിഷനറി വെബ്സൈറ്റുകൾ പരിശുദ്ധ ഖുർആൻ വേദങ്ങളെ അംഗീകരിക്കുന്നു, തൗറാത്തിനെയും ഇഞ്ചീലിനെയും അംഗീകരിക്കുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തേത് എന്ന രൂപത്തിൽ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ധരിക്കാറുള്ള ആയത്ത് എന്താണ് പറയണത്? വ കൈഫ യുഹക്കിമൂനക വ ഇൻദഹുമുത് തൗറാത്ത് ഫീഹാ ഹുക്മുല്ലാഹ്. അവർ താങ്കളെ എങ്ങനെയാണ് വിധികർത്താവായി അംഗീകരിക്കുക? അവരുടെ കൈകളിൽ തൗറാത്തുണ്ട്, അതിൽ അള്ളാഹുവിൻ്റെ വചനമുണ്ട്. ഇത് സന്ദർഭമുണ്ട്. അതെന്താ കാര്യം? അവർക്കിടയിൽ യഹൂദന്മാരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള മദീന രാഷ്ട്രത്തിലെ കരാറെന്താ? യഹൂദന്മാർ അവരുടെ വേദഗ്രന്ഥമനുസരിച്ച് വിധിക്കും എന്നാണ്. അവരുടെ വേദഗ്രന്ഥമനുസരിച്ച് വിധിക്കും. അവരുടെ സമൂഹത്തിലെ പ്രശ്നങ്ങളിൽ അവരുടെ വേദഗ്രന്ഥമനുസരിച്ച് വിധിക്കുവാൻ യഹൂദന്മാർക്ക് അവകാശം നൽകിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക രാഷ്ട്രം നൽകിയ വളരെ വിപുലമായ സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണമായ ചിത്രമാണ് അവിടെ കാണുന്നത്. ഞാൻ അങ്ങോട്ട് പോവല്ല. എന്നിട്ട് അവരുടെ വേദഗ്രന്ഥം അനുസരിച്ച് വിധിക്കാൻ വേണ്ടി ഉള്ള കരാറുണ്ട്. ഈ സമയത്താണ് യഹൂദന്മാർ അവരിൽപ്പെട്ട ഒരു വിവാഹിതരായ വ്യഭിചാരികളെ കൊണ്ടുവരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഉന്നതന്മാരാണെന്നുള്ളതുകൊണ്ട് രക്ഷപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. അങ്ങനെ രക്ഷപ്പെടുത്തണമെന്നുണ്ടായ സമയത്ത് പ്രവാചകൻ്റെ അടുത്ത് കൊണ്ടുവന്നു, എന്തെങ്കിലും വിധിയിൽ ഇളവ് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി. അവിടെയാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് അവരുടെ കയ്യിൽ വേദഗ്രന്ഥമുണ്ട്, അവരതിലേതനുസരിച്ച് വിധിക്കട്ടെ. യഥാർത്ഥത്തിൽ തൗറാത്ത് അവരുടെ കയ്യിൽ അന്ന് ഏകദേശം അതേപോലെ തന്നെ ഉണ്ട്, പക്ഷേ പലതും എഴുതി ചേർത്തതും കൂടി ഉണ്ടെന്നുള്ളൂ. ഇന്നുണ്ട് തൗറാത്ത്. മോശയ്ക്ക് അവതരിപ്പിച്ച തൗറാത്ത് ഏകദേശം നമുക്ക് പുറപ്പാട് പുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലുമായിട്ട് കാണാൻ കഴിയും. ആവർത്തന പുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലുള്ള മോശെ പ്രവാചകന് ദൈവം കൊടുത്ത നിയമങ്ങൾ വിശദീകരിക്കുന്നത് മാത്രം വേർപെടുത്തിയാൽ ഏകദേശം തൗറാത്ത് ലഭിക്കും. ആ തൗറാത്ത് ഇന്നത്തെയും ബൈബിളിലുണ്ട്. പക്ഷെ അത് മാത്രമല്ലയുള്ളത്, തൗറാത്തിൻ്റെ പേരിൽ എഴുതിയുണ്ടാക്കിയ പലതുണ്ട്. ഖുർആൻ ഇവിടെ ആവശ്യപ്പെടുന്നത് എന്താ? അവരുടെ കയ്യിൽ തൗറാത്തുണ്ട്. ആ തൗറാത്തിൽ അള്ളാഹുവിൻ്റെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ച് അവർ വിധിക്കട്ടെ. ഇതാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. അതേപോലെ തന്നെ വലിയ ഹുക്കും അഹ്ലുൽ ഇഞ്ചീലി, ഇഞ്ചീലിൻ്റെ ആളുകൾ അള്ളാഹു അതിൽ അവതരിപ്പിച്ചതനുസരിച്ച് വിധിക്കട്ടെ. അവരുടെ കയ്യിൽ ഇഞ്ചീൽ ഉണ്ടെന്ന് പറഞ്ഞില്ല. ഇഞ്ചീലിൻ്റെ ആളുകൾ അതിൽ അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് വിധിക്കട്ടെ. ഇന്നും നമ്മൾ പറയുന്നു ഇഞ്ചീലിൻ്റെ ആളുകൾ എന്ന് പറയുന്നവർ അതിൽ അള്ളാഹു എന്താണോ പഠിപ്പിച്ചത് അതനുസരിച്ച് ജീവിക്കട്ടെ. അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറുണ്ടോ? അതിൽ പടച്ചവൻ പഠിപ്പിച്ചതനുസരിച്ച് യേശു പറഞ്ഞ കാര്യങ്ങൾ, ആ യേശു പറഞ്ഞ കാര്യങ്ങളനുസരിച്ച് ജീവിക്കാൻ തയ്യാറുണ്ടോ? ആ വിശ്വാസങ്ങൾ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു പഠിപ്പിക്കുന്നു. എന്താ പഠിപ്പിക്കുന്നത്? യേശു പഠിപ്പിക്കുന്നത് വളരെ കൃത്യമാണ്.
എന്താ യേശു പറഞ്ഞു തരുന്നത്? യേശു പറഞ്ഞു തരുന്നത് വളരെ കൃത്യമാണ്. നമ്മുടെ ദൈവമായ കർത്താവ്, ഏക കർത്താവ്, നമ്മുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ സ്നേഹിക്കുക. തയ്യാറുണ്ടോ? ദൈവത്തെ യേശു പ്രാർത്ഥിച്ച, യേശു വിളിച്ച, യേശു ആരാധിച്ച ഏക ദൈവത്തെ മാത്രം അംഗീകരിക്കാൻ? അതാണ് ഇഞ്ചീലിൻ്റെ അനുയായികൾ ഇഞ്ചീലിൽ അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച്, യേശുവിന് അള്ളാഹു കൊടുത്ത ബോധനമനുസരിച്ച് യേശു പറഞ്ഞു തന്നു. മർത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലെ 10-ാമത്തെ വചനം എന്താ പറയുന്നത്? യേശു, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ മാത്രം നമസ്കരിച്ച് അവനെ മാത്രം ആരാധിക്കണമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. നീ നിൻ്റെ ദൈവമായ കർത്താവിനെ മാത്രം നമസ്കരിക്കണം. നമുക്കും പറയാനുള്ളത് അതാണ്. ഇഞ്ചീലിൻ്റെ അനുയായികൾ, ഇഞ്ചീലിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെടുന്ന ആളുകൾ, സുവിശേഷത്തിൻ്റെ യേശുവിൻ്റെ ആളുകളാണെന്ന് പറയുന്നവർ, യേശു പഠിപ്പിച്ചതനുസരിച്ച് യേശുവിനെ ആരാധിക്കാതെ ദൈവത്തെ മാത്രം, സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുവാൻ സന്നദ്ധമാണോ? ഖുർആനും പറയുന്നതാണ്. അള്ളാഹു ഇഞ്ചീലിൽ അവതരിപ്പിച്ചതനുസരിച്ച് അവർ വിധിക്കട്ടെ. അതിനർത്ഥം ഇഞ്ചീൽ അതേപോലെ അന്ന് നിലവിലുണ്ട് എന്നല്ല. അങ്ങനെ ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഇഞ്ചീലിൻ്റെ ആളുകളാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ അതിൽ അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് വിധിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഇതാണ് സന്ദർഭത്തിൽ നടത്തിയെടുത്തുകൊണ്ട് ഉദ്ധരിക്കുന്നത്. സത്യത്തിൽ എന്നിട്ട് പറയും, അന്നത്തെ അതേ തൗറാത്ത് തന്നെയാണെന്നുള്ളത്, അന്നത്തെ അതേ ഇഞ്ചീൽ തന്നെയാണെന്നുള്ളത്. അതിനെന്താ തെളിവ്? ആ രൂപത്തിൽ ഒന്നും തന്നെ ഒരു തെളിവുമില്ല. അന്നുള്ള തോറയും അന്നുള്ള സുവിശേഷവുമാണ് അതേപോലെ അന്ന് ഉണ്ടായിരുന്ന യഹൂദന്മാരുടെ കൈകളിലുണ്ടായിരുന്ന തോറ. ആ തോറയെക്കുറിച്ച് ഹദീസുകളിൽ തന്നെ ഉണ്ടല്ലോ, നിങ്ങൾ പരിശോധിച്ച് നോക്കുക. സുനൻ അബൂദാവൂദിലെ ഒരു ഹദീസ്, ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൗറാത്തിലെ വ്യഭിചാരികൾക്കെതിരെയുള്ള നിയമത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയാണ്, ഞങ്ങളുടെ വേദഗ്രന്ഥത്തിലുള്ളത് വ്യഭിചാരിയും വ്യഭിചാരിണിയും പരസ്പരം അവരുടെ ലിംഗം, സ്ത്രീയുടെ ലിംഗത്തിൽ നിന്ന് പുരുഷൻ്റെ ലിംഗം കൺമഷിക്കോലിൽ നിന്ന് കൺമഷിക്കോലിൻ്റെ പാത്രത്തിൽ നിന്ന് എങ്ങനെയാണോ പുറത്തേക്ക് വരുന്നത് അതേപോലെ പുറത്തേക്ക് വന്നതായി ആളുകൾ സാക്ഷ്യം വഹിച്ചാൽ, അങ്ങനെ 4 പേർ സാക്ഷ്യം വഹിച്ചാൽ അവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് ഞങ്ങളുടെ തോറയിലുള്ളത് എന്ന്. ഇന്നത്തെ തോറയിൽ അതുണ്ടോ? ഇന്നത്തെ തോറയിൽ എവിടെയെങ്കിലും അതുണ്ടോ? ഈ രൂപത്തിലുള്ളൊരു നിയമം നിങ്ങൾ കാണിച്ചതാ? ഈ രൂപത്തിലുള്ളൊരു പരാമർശം ഇല്ലല്ലോ. അതിനർത്ഥം എന്താണ്? അന്നുള്ള ബൈബിൾ അതേപോലെ ഇന്ന് നിലവിലില്ല എന്ന് തന്നെ. അന്നുള്ള തോറ അതേപോലെ ഇന്ന് നിലവിലില്ല. തീർച്ചയായും പഞ്ചപുസ്തകങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ തോറയിൽ ഏകദേശം ഭാഗങ്ങളുണ്ട്. പക്ഷേ അതിൽ പല തിരുത്തലുകളും പല കാലത്തും നടന്നിട്ടുണ്ട്. പ്രവാചകന് ശേഷം പോലും അത് നടന്നിട്ടുണ്ട്. അതേപോലെ മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി കാണാൻ കഴിയും. സഹീഹുൽ മവാരിദിൽ ഇമാം ഷെയ്ഖ് അൽബാനി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസ്, പ്രവാചകനെക്കുറിച്ച്, വരാനുള്ള ദൈവദൂതനെക്കുറിച്ച് ഉള്ള പരാമർശം, അവരുടെ ഗ്രന്ഥത്തിലുള്ള പരാമർശത്തെക്കുറിച്ച് അവരിൽ ഒരാൾ പറഞ്ഞു കൊടുക്കുകയാണ് പ്രവാചകനോട്, അദ്ദേഹത്തിൻ്റെ അനുയായികളിൽ 70,000 പേർക്ക് വിചാരണയോ ശിക്ഷയോ ഉണ്ടാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, നിങ്ങളുടെ ഗ്രന്ഥത്തിൽ എന്നെക്കുറിച്ച് നിങ്ങൾ കണ്ടിട്ടില്ലേ? താങ്കളുടേതിന് തുല്യമായ ഒരാളെക്കുറിച്ച് കാണുന്നുണ്ട്, പക്ഷേ അതെല്ലാം താങ്കളുമായി യോജിക്കണില്ല. എന്താ എല്ലാം യോജിക്കാത്തത്? അത് പറയാണ്, ഞങ്ങളുടെ ഗ്രന്ഥത്തിലുണ്ട് 70,000 പേർ അദ്ദേഹത്തിൻ്റെ അനുയായികളിൽ വിചാരണയില്ലാതെ ശിക്ഷയില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു അനുഗ്രഹിച്ചാൽ താങ്കൾക്ക് കാണാൻ കഴിയും 70,000-ത്തിലധികം പേർ എന്നോടൊപ്പമുള്ളത്. പിന്നീട് അതുണ്ടായല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ പ്രസംഗം കേൾക്കാൻ വേണ്ടി 1,44,000 ആളുകൾ, അനുയായികൾ ഹജ്ജത്തുൽ വിദാഇൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നത്. ഈ വചനം എവിടെ ബൈബിളിൽ? ഈ വചനം ഇന്നത്തെ ബൈബിളിലില്ലല്ലോ. ഞാൻ സൂചിപ്പിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ വേദഗ്രന്ഥം അതേപോലെ ഇന്നുണ്ട് എന്ന വാദവും തെറ്റാണ്. പരിശുദ്ധ ഖുർആൻ തൗറാത്തിനെ അംഗീകരിക്കുന്നു, അവതരിപ്പിക്കപ്പെട്ട അതേ വിശുദ്ധിയിൽ. ആ തൗറാത്തിൻ്റെ സിംഹഭാഗവും ഇന്നത്തെ പഞ്ചപുസ്തകത്തിലുണ്ട് എന്ന് അംഗീകരിക്കുന്നു. പക്ഷേ അതിൽ അതല്ലാത്ത വചനങ്ങളും കടത്തിക്കൂട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഇഞ്ചീലിൽ ദൈവിക വചനമുണ്ട് എന്ന് ഖുർആൻ അംഗീകരിക്കുന്നു. എന്നാൽ ഇഞ്ചീൽ അതേപോലെയുണ്ട് എന്ന് ഖുർആൻ പറയുന്നില്ല. ഇന്നില്ലല്ലോ. യേശുവിൻ്റെ സുവിശേഷം എന്ന പേരിൽ പോലും ഒരു ഗ്രന്ഥം ഇന്നില്ല.
ഇന്നുള്ളത് മത്തായിയുടെയും മാർക്കോസിൻ്റെയും ലൂക്കോസിൻ്റെയും എല്ലാം സുവിശേഷങ്ങളാണ്. അവ ഇഞ്ചീലാണെന്ന് പറയാൻ കഴിയില്ല. ചുരുക്കത്തിൽ മിഷനറിമാരുടെ വാദം അടിസ്ഥാനരഹിതമാണ്. പരിശുദ്ധ ഖുർആൻ വേദഗ്രന്ഥങ്ങൾ അംഗീകരിക്കുന്നു, പക്ഷേ ഇന്നുള്ള അവരുടെ കൈകളിലുള്ള പുസ്തകങ്ങൾ ദൈവികമാണ് എന്ന് പറയുകയോ അംഗീകരിക്കുകയോ അതിനെ പിന്തുടരണമെന്ന് വിശ്വാസികളോട് ആവശ്യപ്പെടുകയോ ചെയ്യുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം.